ഹായ് ഓൾസോ മക്കളെ ഒരു സ്പെഷ്യൽ വീഡിയോ വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് ആൽഡ്രിൻ ഷിജുവാണ്. നമ്മുടെ ക്ലാസ് 10 CBSE ടോപ്പറാണ്. ക്ലാസ് 10 CBSEയിൽ 493 ഔട്ട് ഓഫ് 500, അതായത് 98.6% ആണ് ആൽഡ്രിൻ്റെ സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ ആൽഡ്രിൻ്റെ സ്റ്റഡി പ്ലാനും ആൽഡ്രിൻ ഫോളോ ചെയ്ത സ്ട്രാറ്റജീസ് നമുക്ക് എന്ത് ചെയ്യാം, പരിശോധിക്കാം അല്ലേ. സോ ആൽഡ്രിൻ, കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ 493 മാർക്ക് നമുക്ക് ക്ലാസ് 10 CBSE ലഭിക്കുക? വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു മൊമെന്റ് എന്ന് പറയുന്നത്? നല്ല സന്തോഷമായിരുന്നു റിസൾട്ട് കണ്ടപ്പോൾ. പ്രത്യേകിച്ച് പാരന്റ്സും ഞാനൊക്കെ ഭയങ്കര ഷോക്കായി പോയിരുന്നു. മോൻ തന്നെയാണ് റിസൾട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്? ഞാൻ തന്നെ റിസൾട്ട് നോക്കി. ഒരുപാട് സന്തോഷമായി അല്ലേ. പ്രത്യേകിച്ച് നമുക്ക് ക്ലാസ് 10 CBSE ഇവരൊക്കെ പറഞ്ഞ കാര്യമാണ്, ഭയങ്കര ടഫ് ആണെന്ന് പറയാം. അത്ര ടഫ്നെസ് ഉണ്ടായിരുന്നോ? ക്ലാസ് 10 CBSE നമ്മൾ ആദ്യം മുതലേ നല്ലോണം അന്നു തന്നെ പഠിച്ചു പോയാൽ, നല്ലോണം ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് പോയാൽ ഈസിയാണ്. നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നല്ല രീതിയിൽ പഠിച്ചാൽ മതി അല്ലേ. ഡെയിലി പഠിച്ചു പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇപ്പൊ മാത്സിലേക്ക് വരുമ്പോൾ പൊതുവെ എല്ലാവരും ഭയങ്കര ഹാർഡ് എന്ന് പറയുന്നത് മാത്സ് ആണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ CBSE മാത്സിൽ? മാത്സ് എനിക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് അവസാനം ഇപ്പൊ കുറെ സാമ്പിൾ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്തായിരുന്നു. PYQs ഒക്കെ മാക്സിമം ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പൊ എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ. അപ്പൊ NCERT മാത്രം ഫോക്കസ് ചെയ്താൽ മതിയോ അതോ PYQs കൂടെ നോക്കണം? NCERT മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, നമ്മൾ PYQs ഒക്കെ നോക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആൽഡ്രിൻ നമ്മുടെ അസ്ത്ര ബാച്ചിലെ സ്റ്റുഡന്റ് കൂടിയാണ്. അപ്പൊ ആൽഡ്രിൻ അസ്ത്ര ബാച്ചിലെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാളിന് ഉൾപ്പെടെ ഒരുപാട് ഫീച്ചേഴ്സ് അസ്ത്ര ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ഹെൽപ്ഫുൾ ആയിരുന്നു? ഇൻസ്റ്റാളിനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് അസ്ത്ര ബാച്ചിലെ ഫീച്ചേഴ്സ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത്. ഇൻസ്റ്റാളിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോട്ട്സ് ഉണ്ടാക്കിയ സമയം കളയേണ്ട ആവശ്യമില്ല. അത് നോക്കി നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് അത് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ ടോപ്പിക് കഴിയുമ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ടോപ്പിക്കിനെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടിയിൽ തന്നെ ഉണ്ട് അല്ലേ. ഓക്കെ, വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ. അസ്ത്ര ബാച്ചിൽ അടുത്ത ഫീച്ചർ ആയിരുന്നു നമുക്ക് ചാപ്റ്റർ വൈസ് എക്സാംസ്, മൊഡ്യൂൾ എക്സാംസ്, ഫൈനൽ റിവിഷനിലേക്ക് വരുമ്പോൾ മോഡൽ എക്സാംസ് വരെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എക്സാം സീരീസുകൾ ഹെൽപ്ഫുൾ ആയിരുന്നു? മോൻ ഏറ്റവും കൂടുതൽ എഴുതുന്നത് എക്സാംസ് ആയതുകൊണ്ട് ചോദിച്ചതാണ്. എക്സാംസ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മളിങ്ങനെ കുറേ എക്സാംസ് എഴുതുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ, നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം എക്സാം എഴുതുമ്പോൾ നമുക്ക് പല മിസ്റ്റേക്സ് സംഭവിക്കാം. നമ്മൾ ആദ്യം മുതലേ കുറേ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്സ് നേരത്തെ അനലൈസ് ചെയ്ത് നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഷുവറായിട്ടും ഭയങ്കര സ്ട്രാറ്റജിയാണ്, നല്ല സ്ട്രാറ്റജിയാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുപോവുക ചെയ്യുന്നത്, പ്രത്യേകിച്ച് PYQs അതേപോലെ തന്നെ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാന്നുള്ളത് അല്ലേ. അപ്പൊ ആൽഡ്രിൻ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു ഡെയിലി ഏകദേശം? അല്ലെങ്കിൽ വേണ്ട, ആൽഡ്രിൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് നോക്കാം. കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള കാര്യമായിരിക്കും ആൽഡ്രിൻ ഒരു ഡേ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യം അല്ലേ. അപ്പൊ രാവിലെ നമുക്ക് എത്ര മണിക്ക് സ്കൂളിൽ പോകണമായിരുന്നു? എനിക്ക് 8:30 സ്കൂള് ഉണ്ടായിരുന്നു. പിന്നെ 5 മണി വരെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 5:30 ആവും വീട്ടിലെത്തുമ്പോൾ ഒരു 1 മണിക്കൂറൊക്കെ റിലാക്സ് ചെയ്യും, ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്യും. പിന്നെ ഒരു 7 മണിക്ക് എനിക്ക് 6:45 ആവും വിരിക്കും പഠിക്കാൻ. പിന്നെ ഒരു 11 മണി വരെ ഇരിക്കും. 11 മണി വരെ പഠിക്കാനിരിക്കും. 7 മണി മുതൽ 11 മണി വരെ ഇങ്ങനെയായിരുന്നു ആദ്യമൊക്കെ. പിന്നെ ബോർഡ് എക്സാം അടുത്ത് വന്നപ്പോ ഒരു 2 മാസമൊക്കെ ഉറക്കം കുറച്ചായിരുന്നു, പഠനം കൂട്ടി, സമയം കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം എത്ര മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു? ഏകദേശം മാക്സിമം 6 മണിക്കൂറൊക്കെ ഉറങ്ങി. മാക്സിമം 6 മണിക്കൂർ, അതിൽ 6.5 മണിക്കൂർ. അപ്പം നമുക്ക് ശരിയായിട്ടുള്ള ഉറക്കവും വേണം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾക്ക് മറന്നു പോലും. അപ്പോൾ 6 മണിക്കൂറൊക്കെ ഓക്കെ ആയിട്ടുള്ളൊരു സമയമാണ്. ആൻഡ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ആൽഡ്രിൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ക്ലാസ് 10 CBSE കഴിഞ്ഞപ്പോഴും ആൽഡ്രിൻ്റെ പഠനം 11th സൈലത്തിൻ്റെ ഒപ്പം തന്നെയാണ്. ആൽഡ്രിൻ ലക്ഷ്യം കാണുന്നത് MBBS ആണ് അല്ലേ. അപ്പം നീറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സൈലം എൻട്രൻസ് ക്യാമ്പസ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ലക്ഷ്യം വന്നത്? എപ്പോഴാണ് ഇതിനെ കുറിച്ച് ആലോചന ഒക്കെ വന്നത്? എനിക്ക് ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണം. നല്ല ചെറുപ്പം മുതലാണ്, ആരും കമ്പൽ ചെയ്ത കാര്യമൊന്നുമല്ല. ഓക്കെ. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കണം എന്നായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്? എനിക്ക് എയിംസ് ആണ് ആഗ്രഹം. നമുക്ക് ഒരു വരവ് കൂടെ വരേണ്ടി വരും, ഒരു ഇന്റർവ്യൂ കൂടെ എടുക്കേണ്ടി വരില്ലേ, നീറ്റ് ടോപ്പർ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ആൽഡ്രിൻ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇപ്പൊ നമുക്ക് 500-ൽ 493 മാർക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എല്ലാവരും ചോദിക്കും ബാക്കി 7 മാർക്ക് എവിടെ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ആരെങ്കിലും ഒക്കെ ചോദിച്ചിട്ടില്ല. ശരിക്കും ഈ ഒരു 7 മാർക്ക് എവിടെയാണ് പോയത്? എനിക്ക് ഇംഗ്ലീഷിൽ 4 മാർക്ക് പോയിരുന്നു. ഇംഗ്ലീഷ് 4 മാർക്ക് പോയിരുന്നു. പിന്നെ മാത്സിൽ 1 മാർക്ക് പോയി. മാത്സിൽ 1 മാർക്ക് കുറഞ്ഞിട്ടുള്ളൂ, ബാക്കി ഫുൾ മാർക്കാണ് അല്ലേ. ബാക്കി മാർക്കുണ്ട്. പിന്നെ സോഷ്യലിൽ 2 മാർക്ക്. സോഷ്യൽ 7 മാർക്ക് സെറ്റ് ആണ് അല്ലേ. അപ്പം സയൻസിൽ ഫുൾ മാർക്കാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഭയങ്കര ഇഷ്ടമായിരുന്നോ?
ഇഷ്ടമായിരുന്നു. ഇഷ്ടമായിരുന്നു. ഇവിടുത്തെ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ഓക്കെ. നല്ല എനിക്കൊന്ന് ബയോളജി കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു നീറ്റ് എടുത്തത് അല്ലേ? ആ. ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഭയങ്കര താല്പര്യമുള്ള സബ്ജക്റ്റ് ആണ്. സയൻസ് എനിക്ക് ഇഷ്ടമുള്ളത്. സയൻസ് ഇഷ്ടമാണ്. ഇവിടുത്തെ സോഷ്യൽ സയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ആൽഡ്രിൻ, മറ്റൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഇപ്പം നമുക്ക് CBSE ബോർഡ് എക്സാം എഴുതുന്ന സമയത്ത് ഏത് സെക്ഷൻ ആയിരുന്നു ആൽഡ്രിൻ ആദ്യം എഴുതാറ്? ഞാൻ സെക്ഷൻ A വെച്ചാണ് തുടങ്ങിയിരുന്നത്. സെക്ഷൻ A. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെയിം ഓർഡറിലായിരുന്നു ഞാൻ എഴുതിയിരുന്നത്, ബോർഡ് എക്സാമിന് എഴുതിയിരുന്നത്. ഓക്കെ. ആദ്യം MCQ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നു, ആ രീതിക്ക് തന്നെയാണ്. അപ്പൊ നമുക്ക് MCQ പ്രത്യേകം പറയാറുണ്ട്, ഒരു MCQ അധികം സമയം എടുക്കാൻ വേണ്ടി പാടില്ല അല്ലെ? എങ്ങനെയായിരുന്നു ടൈം മാനേജ്മെന്റ് ഒക്കെ? ഞാൻ 20 MCQ മൊത്തം MCQ 30 മിനിറ്റ് കൊണ്ട് തീർക്കാനാണ് ശ്രമിച്ചിരുന്നത്. ഓക്കെ. അതായത് ഏകദേശം ഒരു 1.5 മിനിറ്റ് ആ രീതിക്ക് എടുത്തിട്ടല്ലേ? ഓക്കെ. ഓവർ സ്പെൻഡ് ചെയ്യാറില്ല MCQന്റെ മേലെ. ഈ സെക്ഷൻസിൽ ഏറ്റവും ഹാർഡ് ആയിട്ട് തോന്നിയത് ഏത് സെക്ഷനാണ്? സെക്ഷൻ D ആയിരുന്നു എനിക്ക് മാത്സിലൊക്കെ. മാത്സിലൊക്കെ 5 മാർക്കിന്റെ സെക്ഷൻ ആയതുകൊണ്ടാണ്. കേസ് സ്റ്റഡി ഒക്കെ കൂടുതൽ മാർക്ക് പോയിക്കൊണ്ടിരുന്നത് 5 മാർക്കിന്റെതാണ് കുറച്ചും കൂടെ ഹാർഡ് ആയിട്ട് ഫീൽ ചെയ്തത്. എക്സാമിൽ ചെയ്യാൻ പറ്റി. ഓ സെറ്റ്. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ഹാർഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പൊതുവേ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊരു കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ അതോ നമുക്ക് ആവശ്യമില്ല? ഇല്ല. ആ പാരഗ്രാഫിന്റെ ഒരു പേര് നമ്മൾ സാധാരണ പഠിക്കുന്ന 3 മാർക്കും 2 മാർക്കും 5 മാർക്കും ചെയ്യുന്ന ആ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ചെയ്താൽ മതി. അത് തന്നെയാണ് കേസ് ബേസ്ഡും ചോദിക്കാറുള്ളൂ, ആ രീതി തന്നെ വരാറുള്ളൂ ക്വസ്റ്റ്യൻസ്. ഒരു വ്യത്യാസം വെച്ചൊരു പാരഗ്രാഫ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അവരല്ലേ? സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ ആൽഡ്രിൻ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആൽഡ്രിൻ എന്താണ് ഇവരുടെ അടുത്ത് പറയാനുള്ളത്? മെയിൻലി ഇവർ 9th CBSE കഴിഞ്ഞ് 10th CBSE ഇപ്പോൾ കയറിയ മക്കളാണ്. അപ്പോൾ ബോർഡ് എക്സാമിന് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ്. ഒരുപാട് പേര് ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ മോട്ടിവേഷൻ തരുന്നൊക്കെ ഇപ്പോൾ ചോദിക്കാറുണ്ട്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ആൽഡ്രിൻ തന്നെയാണ്. അപ്പോൾ ആൽഡ്രിൻ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരും അല്ലെ? ആൽഡ്രിൻ എന്താണ് പറയാനുള്ളത് നമ്മുടെ ഓഡിയൻസിനടുത്ത്? എനിക്ക് പറയാനുള്ളത് അന്നു പഠിക്കാനുള്ള അന്നു പഠിക്കുക, ബാക്ക്ലോഗ്സ് വെക്കാതിരിക്കുക, NCERT തന്നെ കൂടുതലും ഫോക്കസ് ചെയ്യുക, PYQസും നല്ല രീതിയിൽ സോൾവ് ചെയ്യുക. അവസാനമൊക്കെ ആകുമ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാൻ നോക്കുക. അത്രയും. സോ ആൽഡ്രിൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു മക്കളെ, നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാം നല്ല മാർക്ക് ലഭിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൽഡ്രിൻ. അതുപോലെ തന്നെ വിചാരിച്ച പോലെ തന്നെ നല്ലൊരു മാർക്ക് കരസ്ഥമാക്കി നീറ്റ് ടോപ്പർ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.